പത്തനംതിട്ടയിൽ നല്ല മഴയാണ്, അതിനൊപ്പം തന്നെ കറണ്ടും ഇല്ല. ദിവസം ഇത് തന്നെയാണ് അവസ്ഥയെന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ നല്ല മഴയാണ് എന്നുള്ള കാര്യം തോമസ് സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്. എല്ലായിടത്തും മഴയാണോ എന്ന് സാബുജാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് സ്കൈ വാച്ചിലേക്ക്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ഇടവേളയ്ക്കു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാവുകയാണ്. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അതേ നമ്മുടെ മാപ്പ് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടെ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത മാസം 1-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ മഴ സാഹചര്യം. ഒപ്പം നമുക്ക് താപനില കൂടി ഒന്ന് പരിശോധിച്ചേക്കാം. തിരുവനന്തപുരത്തെ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊച്ചിയിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. കോഴിക്കോട്ടേക്ക് വന്നാൽ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 26. കണ്ണൂരിൽ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് താപനിലയുടെ കാര്യങ്ങൾ. എല്ലായിടത്തും പകൽ താപനില രാവിലെ തൊട്ടേ മഴ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാവിലത്തെ ഉള്ള താപനിലയൊക്കെ കുറയും, ചൂട് കുറയും. സ്വാഭാവികമായിട്ട് നമ്മുടെ കാലാവസ്ഥ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പം മഴയുണ്ട് കേട്ടോ, നല്ല മഴ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ട് ആണെങ്കിലും ഒരു ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞത്. അതേപോലെ ഓറഞ്ച് അലേർട്ട് ഉള്ളവരൊക്കെ ഏറെക്കുറേക്ക് ഒരു റെഡ് അലേർട്ടെന്ന് അത് കുറച്ച് കടുപ്പിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിലും ഓറഞ്ച് അലേർട്ടിൽ നിന്ന് കുറച്ചും കൂടി കഴിഞ്ഞൊരു മഴയൊക്കെ പ്രതീക്ഷിക്കണം. പിന്നെ മലയോര മേഖലയിലുള്ളവരെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം. ഇന്നിപ്പം വേൾഡ് കപ്പിൽ മത്സരങ്ങളൊക്കെ രാവിലെ അങ്ങ് നടക്കുന്നത് കൊണ്ട് വൈകുന്നേരമൊക്കെ അങ്ങ് ഫ്രീ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് ബീച്ച് സൈഡിലേക്ക് പോയേക്കാം എന്ന് വലുതായിട്ടൊന്നും വിചാരിക്കേണ്ട. കാരണം കടലൊക്കെ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യൂ ഗൈസ്. അപ്പം നമ്മുടെ